വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്പലപ്പുഴ വിജയലക്ഷ്മി കൊലക്കേസിൽ പ്രതി ജയചന്ദ്രനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ നിയമ നടപടികൾക്ക് ശേഷം കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. സ്നേഹം പകയായി മാറിയതാണ് വിജയലക്ഷ്മിയുടെ ജീവനെടുക്കാൻ ജയചന്ദ്രനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 2.5 വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു. എന്നാൽ വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായും ബന്ധമുണ്ടെന്ന് ജയചന്ദ്രൻ കണ്ടെത്തി. അമ്പലപ്പുഴയിലെ വീട്ടിൽ വെച്ച് ഇരുവരും ഫോണിൽ സംസാരിക്കുന്നത് ജയചന്ദ്രൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല നടത്തി 10 ദിവസത്തോളം സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു ഇയാൾ. എന്നാൽ പ്രതിയുടെ പ്രതിരോധം ഘട്ടം ഘട്ടമായി പോലീസ് പൊളിക്കുകയായിരുന്നു. നവംബർ 6-ാം തീയതി മുതലാണ് വിജയലക്ഷ്മിയെ കാണാതാവുന്നത്. യുവതിയെ അമ്പലപ്പുഴയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് പ്രതിയും വിജയലക്ഷ്മിയും അടുപ്പത്തിലായത്. എന്നാൽ സുധീഷ് എന്നൊരാളുമായി വിജയലക്ഷ്മി ബന്ധം പുലർത്തിയിരുന്നു. ഒരിക്കൽ വിജയലക്ഷ്മിയെ കാണാൻ പോയ ജയചന്ദ്രനെ കരുനാഗപ്പള്ളിയിൽ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ഭാര്യയും മകനെയും അറിയുകയും ചെയ്തു. ഇത് ജയചന്ദ്രന് അപമാനമായി. സംഭവം വിജയലക്ഷ്മിയുടെ അറിവോടെയാണെന്ന് ജയചന്ദ്രന് സംശയമായി. ഇത് പകയായി മാറുകയും ചെയ്തു. ഇതിനിടയിലാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായി അടുപ്പമുണ്ടെന്ന് ജയചന്ദ്രൻ മനസ്സിലാക്കുന്നത്. ഇതോടെയാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്താൻ ജയചന്ദ്രൻ പദ്ധതി തയ്യാറാക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായുള്ള ബന്ധം അവരുടെ ഫോൺ വിളിയിലൂടെ അന്ന് രാത്രി ജയചന്ദ്രൻ കണ്ടെത്തുന്നതും. ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ അടിപിടിയായി. വിജയലക്ഷ്മിയെ കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി. മരണം ഉറപ്പിച്ച ശേഷം വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു. വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട സമീപത്തെ പുരയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടി വലിച്ചുകൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയത്. ആ സ്ഥലത്തെ മണ്ണ് 2 ദിവസത്തിന് ശേഷം വിണ്ടുകീറിയത് കണ്ട ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നിടത്ത് നിന്നും കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി. അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും മുൻപ് കണ്ട സിനിമയിലെ രംഗം അനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചതും. വിജയലക്ഷ്മിയുടെ മൃതദേഹം ഒഡീഷയിലുള്ള സഹോദരനെത്തിയ ശേഷം കൊല്ലം കുലശേഖരപുരത്തെ വീട്ടിൽ സംസ്കരിക്കും. വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് യുവതിയെ കാണാനില്ലെന്ന് ബന്ധുക്കളെ അറിയിച്ചത്. തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും വിജയലക്ഷ്മിയുടെ സഹോദരിയും സ്ഥിരീകരിക്കുന്നു. പണം അടക്കം വാങ്ങി വിജയലക്ഷ്മി തന്നെ കബളിപ്പിക്കുകയാണെന്ന സംശയം ജയചന്ദ്രനുണ്ടായിരുന്നു. അയൽവാസികളോടും സുഹൃത്തുക്കളോടും അടുപ്പം സൂക്ഷിക്കാത്ത പ്രതി ആരും കൊല നടത്തിയതിന്റെ ഞെട്ടലിലാണ് നാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.